ഇത് പിങ്ക് ക്ലൗഡിൻ്റെ ഫ്ലവറാണ്. നല്ല വലിയ ഫ്ലവറാണ്. നല്ല വലിയ മുട്ടായിരുന്നു. ബഡ് തന്നെ കണ്ട് നല്ല വലിപ്പമുണ്ട്. ഒരു ബഡ് നമ്മളിന്ന് വിരിയിക്കണേണ്. ഹോള് വന്നിട്ട് 2 ദിവസം ആയിട്ടുണ്ടായിരുന്നു. ഈ പ്ലാന്റ് നമ്മൾ വാങ്ങിയത് രഞ്ജിത്തേട്ടൻ്റെ നിന്നാണ്. രഞ്ജിത്തേട്ടൻ്റെ പോട്ടഡ് പ്ലാന്റ് സെയിലിനുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റാണ് ചേട്ടൻ സെയിൽ ചെയ്യണത്. എല്ലാം നല്ല ഗ്രോത്തുള്ള ലീഫ് വന്ന് നല്ല ബഡോട് കൂടിയുള്ള പ്ലാന്റ് ആവശ്യമുള്ള രഞ്ജിത്തേട്ടനെ സമീപിച്ചു കഴിഞ്ഞാൽ നല്ല പ്ലാന്റ് കിട്ടും. ഈ പൂവിൻ്റെ വലിപ്പം കാണുമ്പോഴേ അറിയാം എത്രത്തോളം ഈ പ്ലാന്റിൻ്റെ ഹെൽത്ത്. അത്രയും നല്ല ഹെൽത്തി പ്ലാന്റാണ്. ഇത് ക്യാംലിയയുടെ ബഡാണ്. കേശുക്കൂട്ടൻ ഇപ്പോൾ ഇരിക്കണേണ്. ക്യാംലിയയും നമ്മൾ പോട്ടഡ് പ്ലാന്റ് വാങ്ങിയതാണ്. പോട്ടഡ് പ്ലാന്റ് സെയിൽ ചെയ്യാനായിട്ട് നമ്മൾ എടുക്കാറുള്ളത് രഞ്ജിത്തേട്ടൻ്റെ നിന്നാണ്. നല്ല ബഡ് 3 ബഡോട് കൂടിയുള്ള പ്ലാന്റാണ് നമുക്ക് തന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. കൊണ്ടുപോകാനായിട്ടും എത്തിച്ചു കൊടുക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറിയ പോട്ടുകളിലാണ് ചേട്ടൻ സെറ്റ് ചെയ്യാറുള്ളത്. ചെറിയ ടബിൽ ചെറിയ 10 ഇഞ്ചിൻ്റെ ചട്ടി. ഇത് മയൂരിയാണ്. മയൂരി 10 ഇഞ്ചിൻ്റെ ചട്ടിയിലാണ് സെറ്റ് ചെയ്തേക്കണേ. നല്ല ലീഫ് വന്ന് ഹെൽത്തി പ്ലാന്റാണ്. തൊട്ടടുത്ത് തന്നെ നമ്മളുടെ ഗ്രീൻ ആപ്പിൾ ഉണ്ട്. ഗ്രീൻ ആപ്പിളും അതുപോലെ തന്നെ ഹോൾ വന്ന് നിൽക്കണേണ്. ഇതൊന്നും നമുക്ക് വിരിയിക്കാറായി നിൽക്കണേണ്. ഗ്രീൻ ആപ്പിളിൻ്റെ നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെയാണ്. നല്ല വലിയ ഫ്ലവറാണ്. ഇതും 10 ഇഞ്ചിൻ്റെ പോട്ടിൽ തന്നെ സെറ്റ് ചെയ്തേക്കണത്. അത്യാവശ്യം നല്ല ലീഫ് ഉണ്ട്. കണ്ട 10 ഇഞ്ചിൻ്റെ പോട്ടിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2 വീലറിലാണെങ്കിൽ പോലും വെച്ച് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഇതുപോലെ ചെറിയ പോട്ടുകളിൽ സെറ്റ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞിട്ട് പോണ്ടിലേക്ക് ഇറക്കി വെക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ സൗകര്യം പോലെ ചെയ്യാവുന്ന രീതിയിലാണ് പോട്ട് സെറ്റ് ചെയ്തത്. ബുച്ചയുടെ പ്ലാന്റാണ്. ബുച്ചയുടെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വന്ന് വലിയ പ്ലാന്റ് ആയിട്ട് വന്ന് ഒരു ബഡ് 3-4 ബഡ് വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ കൊടുത്ത്. കൂടാണ്ട് പിന്നെയും ഇഷ്ടംപോലെ ബഡ് വന്നിട്ടുണ്ട്. നമ്മളുടെ കയ്യിലും പോട്ടഡ് പ്ലാന്റ് അവൈലബിൾ ആണ്. വലിയ ടബിലും ചെറിയ ടബിലൊക്കെ പോട്ടഡ് പ്ലാന്റ് ഉണ്ട്. ഇത് കേശുക്കുട്ടൻ വിരിയിച്ചുകൊണ്ടിരിക്കുന്നത് ബുച്ച. അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ മിറാക്കിൾ ഉണ്ട്. പിന്നെ ഓരോ വെറൈറ്റിയിൽ ബഡ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഖിലയ്ക്ക് ബഡ് വന്നിട്ടുണ്ട്. അഖില ലീഫുകൾ കുറച്ച് വന്നിട്ടുള്ളൂ, പക്ഷേ 2 ബഡ് വന്നിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബോക്സിൽ ബുച്ച നട്ടതാണ്. ബുച്ച ഫ്രിഡ്ജ് ബോക്സിൽ കൂടുതൽ വളരാൻ സ്പേസ് കിട്ടിയപ്പോഴേക്കും ഇഷ്ടം പോലെ ബഡുകൾ ബുച്ച നമുക്ക് തന്നെ ഉണ്ട്. ഇത് ഒരു വലിയ ബഡ്, അതിൻ്റെ അടിയിൽ വേറൊരു ബഡ്, പിന്നെ അതേ ചെറിയ ബഡ് വേറെ വന്നുണ്ട്. അടിയിൽ വെള്ളത്തിൽ വേറെ ബഡ് ഉണ്ട്. ഇന്ന് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ട് ബഡ് കാണാത്തതാണ്. ഇനി ഈ ഫ്രിഡ്ജ് ബോക്സിൽ ഞങ്ങൾ ആദ്യം നട്ടിരുന്നത് കമേലിയാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ട്യൂബേഴ്സ് എന്തോ അതിനകത്ത് കിടന്നിട്ട് കമേലിയേക്കും ബഡ് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജ് ബോക്സിൽ തന്നെ ഇപ്പോൾ കമേലിയയും ബുച്ചയും നന്നായിട്ട് പിടിച്ചു തന്നെയുണ്ട്. പിന്നെ നമ്മളുടെ പോട്ടഡ് പ്ലാന്റ് ഒരുപാട് അവൈലബിൾ ആണ്. മയൂരി, ക്യാംലിയൊക്കെ പോട്ടഡ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യണം. ഇത് മിറാക്കിളിൻ്റെ ഫ്ലവറാണ്. മിറാക്കിൾ ഇത് നല്ല ഭംഗിയിൽ ഫ്ലവർ നല്ല ഡാർക്ക് കളറുണ്ട് കേട്ടോ. അത് ഇലയുടെ അടിയിലായിപ്പോയി ഫ്ലവർ. അധികം വലിയ സ്റ്റാൻഡിങ് ലീഫ് വന്നിട്ടില്ല, പക്ഷെ നല്ല ഫ്ലവർ വന്നിട്ടുണ്ട്. പുതിയ ബഡ് വന്നിട്ടുണ്ട്. അഫെക്ഷനാണ്. അഫെക്ഷൻ കുഞ്ഞ് മൈക്രോ ബൗൾ ലോട്ടസ് ആണ്. നല്ല ചെറിയ ഫ്ലവർ ആണെങ്കിൽ നല്ല ഡാർക്ക് ഫ്ലവറാണ്, ഡാർക്ക് കളറുള്ള ഫ്ലവറാണ്. നമ്മുടെ റോസാപ്പൂ വിരിഞ്ഞിക്കണ പോലെ വിരിഞ്ഞിരിക്കും. അതും ടബിൽ സെറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്.